ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പോകുന്നത് പുളിയലപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അതിരപ്പള്ളി ഒക്കെ നിങ്ങൾ എല്ലാവർക്കും ഫേമസ് ആവുമല്ലോ, ചാലക്കുടിയിലുള്ള അതിരപ്പള്ളി. അപ്പോൾ അതിരപ്പള്ളിക്ക് അടുത്ത് അതിരപ്പള്ളി അടുത്തല്ല, കുറച്ച് അവിടെ നിന്നും കുറേ പോകണം. പെരിങ്ങൽകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള ഒരു പുളിയലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണത് കേട്ടോ. അവിടെ വേറൊരു ക്യാമ്പിന് പോണതാണ് ഞങ്ങൾ. അപ്പോൾ ക്യാമ്പ് പോകുന്ന വഴിക്ക് അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഇറങ്ങാനുള്ള സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ കടകളൊക്കെ അടച്ചിരിക്കുകയായിരുന്നു, കാരണം നമ്മൾ രാവിലെ തന്നെയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. അപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയൊക്കെ ഞങ്ങളൊന്ന് ഫ്രഷായിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്നതിന് ഉള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളൊരു ക്യാമ്പ് നടത്താനാണ്. നമ്മുടെ ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ട്രൈബൽസിനായിട്ടൊരു ഡെൻ്റൽ ക്യാമ്പ് നടത്താൻ പോകുന്നതാണ് കേട്ടോ. അപ്പം ആ പുളിയലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നാട്ടുകാരൊക്കെ നമ്മളെ നോക്കി വെയിറ്റിംഗ് ആയിരുന്നു ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരുക്കുപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്യാമ്പിൽ നമ്മുടെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ജസ്റ്റ് ഒരു ഉദ്ഘാടനം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിരപ്പള്ളി പഞ്ചായത്തിലെ പ്രസിഡൻറ്റ് ശ്രീ റിജേഷാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒരു ഷാൻഡി മാഡം ഉണ്ടായിരുന്നു. അങ്ങനെ റിജേഷ് സാറിൻ്റെ ഉദ്ഘാടന സ്പീച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യനാണ് ഡോക്ടർ ജീൻ, അദ്ദേഹത്തിൻ്റെ ഒരു അവയർനെസ് ക്ലാസ്സും ഉണ്ടായിരുന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ഒപ്പം ഏതൊരു പ്രോഗ്രാമിനും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സെൻറ് ജെയിംസ് നഴ്സിംഗ് കോളേജിലെ ടീച്ചേഴ്സ്, വിദ്യാർത്ഥികൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ജീവനക്കാർ, എല്ലാവർക്കും അതോടൊപ്പം നല്ലവരായ നാട്ടുകാർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതിനുശേഷം സെൻറ്റ് ജെയിംസ് കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു ഫ്ലാഷ് മോബായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലാഷ് മോബൊക്കെ ആസ്വദിച്ച് നാട്ടുകാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ടാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ഈ ഫ്ലാഷ് മോബ് കാണുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾക്കൊരു കണ്ടു നിൽക്കാനൊക്കെ ഒരു ഉത്സാഹമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അതിനുശേഷം പിന്നെ നമ്മളൊരു റാലി നടത്തിയായിരുന്നു. അത് നമ്മുടെ TB മുക്ത പഞ്ചായത്തായിട്ട് നമ്മുടെ അതിരപ്പള്ളിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം അതിലേക്കുള്ള കുറച്ച് ജനങ്ങൾക്കുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റാലിയൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മൾ ഈ ഡെൻ്റൽ ക്യാമ്പ് നടത്തുന്നത് കൊണ്ട് തന്നെ ഡെൻ്റലിൻ്റെ കുറച്ച് അവയർനെസ് പോസ്റ്റേഴ്സൊക്കെ നമ്മുടെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളും പിന്നെ ഞങ്ങളുടെ ആശുപത്രിയൊക്കെ ചേർന്ന് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ മുന്നിൽ കാണുന്ന പോസ്റ്റേഴ്സൊക്കെ. അതിനുശേഷം നമ്മൾ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്യാമ്പിൽ നമ്മൾ രജിസ്ട്രേഷനും പിന്നെ അതിനുശേഷം കണ്ണ് പരിശോധന, ബ്ലഡ് ടെസ്റ്റ്, അതുപോലെയുള്ള സേവനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സേവനങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡെൻ്റൽ ക്യാമ്പ് ആയതുകൊണ്ട് തന്നെ ബ്രഷും പേസ്റ്റും ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ സ്പോൺസർഷിപ്പ് വഴിയാണ് അവർക്ക് ഈ ബ്രഷും പേസ്റ്റൊക്കെ സംഘടിപ്പിച്ചായിരുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതിനുള്ള തിരക്കായിരുന്നു പിന്നീട്. അപ്പോൾ ബ്രഷും പേസ്റ്റൊക്കെ പൊട്ടിക്കലും അത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഡെൻ്റൽ ക്യാമ്പ് ആരംഭിച്ചു. അപ്പം ഡെൻ്റലും പിന്നെ ജനറലായിട്ടുള്ള ഒരു ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിശോധനാ ക്യാമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സും പിന്നെ സെൻറ്റ് ജെയിംസ് കോളേജിലെ കുട്ടികളും അതോടൊപ്പം തന്നെ ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഇവരൊക്കെ കൂടിയിട്ട് ക്യാമ്പിന് നേതൃത്വം കൊടുത്ത് ക്യാമ്പ് നല്ല വിജയപ്രദമായിരുന്നു. നമ്മുടെ ട്രൈബൽ ഏരിയയിലുള്ള ട്രൈബ്സ് കുറച്ചധികം പേര് നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരുടെ അസുഖങ്ങളും ഒക്കെ അവർ പറയുകയാണ്. അതിനുശേഷം ഞങ്ങളൊന്ന് ഇങ്ങനെ അവിടെ തൊട്ടടുത്തുള്ള ഒരു കാട്ടിലേക്ക് കറങ്ങാൻ പോയതുണ്ട്. അപ്പോൾ അവിടെ സിംഹവാലൻ, കുരങ്ങ് ഇങ്ങനെ ചാടി ചാടി നടക്കുന്നത് കണ്ടപ്പോൾ അതൊരു രസമായിട്ട് തോന്നി. പക്ഷേ അപ്പോൾ അതിലെ ഒരു ചേട്ടൻ പോയപ്പോൾ ഞങ്ങൾ ചോദിച്ചേ ഇത് എന്ത് കുരങ്ങാണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കരിമന്തി കുരങ്ങാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ പറയണ പേര് അവർ കാട്ടിലുള്ളവരൊക്കെ ഇതിനെ പറയുന്ന പേര് കരിമന്തി എന്നാണ്. നമ്മൾ സിംഹവാലൻ കുരങ്ങെന്നൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എന്റെ ചെരുപ്പൊക്കെ വല്ല മറ്റേ സാധനം ഉണ്ടാവും ഈ സമയത്ത്. എന്ത് സാധനം? അട്ട
അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് കയറാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു നല്ല വിരിഞ്ഞ പാറ പോലത്തെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് കാട്ടിൽ നിന്ന് പുല്ലിലുള്ള ചെറിയ ചെറിയ ഇങ്ങനെ പറക്കണ പുല്ലുണ്ടല്ലോ, അതിങ്ങനെ നമ്മുടെ തലയിലൊക്കെ വന്ന് വീണപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കുറേ അധികം അത് നമ്മുടെ മേത്ത് വീണു. പിന്നെ അതൊക്കെ തട്ടിക്കളഞ്ഞ് ഞങ്ങൾ വീണ്ടും കയറി തുടങ്ങുകയാണ്. കയറാനായിട്ട് അങ്ങോട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ്, കാരണം കുറച്ചൊരു കയറ്റം തന്നെയായിരുന്നു അത്. അപ്പം അങ്ങനെ അവസാനം കയറി എത്തിയ ഒരു സ്പോട്ടാണ് കേട്ടോ അത്. നല്ല ഭംഗിയുള്ള ഒരു പാറയായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയാണ്. ഇപ്പോൾ പോകുന്നത് ഒരു പുഴത്തീരത്തേക്കാണ് കേട്ടോ. അവിടെ നമ്മുടെ ഫിലിം കുറേയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറയണു. ഭ്രമയുഗം, പിന്നെ ഇപ്പോൾ ഉള്ള ഏതൊക്കെയോ ഫിലിംസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ പോകുന്ന വഴിയിലൂടെ അങ്ങോട്ട് അറ്റത്ത് ചെല്ലുമ്പോൾ ഒരു പുഴയാണ്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് എന്താ പറയുക, ഫോട്ടോഷൂട്ട് എടുക്കാനായാലും അതുപോലെ തന്നെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യാനും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. എപ്പോഴും ഇവിടേക്ക് ആളുകളെ കടത്തി വിടണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മളവിടെ പോയി. പിന്നെ ഫോറസ്റ്റിൻ്റെ ഒരു പെർമിഷനൊക്കെ വേണമെന്ന് തോന്നുന്നു അങ്ങോട്ട് കയറി ചെല്ലാനൊക്കെ ആയിട്ട്. എന്തായാലും ഇവിടെ കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിനൊരു കുളിർമയാണ്. കാരണം ആ വെള്ളത്തിലൊന്ന് തൊട്ടപ്പോൾ അടിപൊളിയായിരുന്നു. കാരണം ഈ ചൂടത്തൊക്കെ നമ്മൾ അത്രയും ചൂട് സഹിച്ചിട്ടാണ് നമ്മളവിടെ കാട്ടിലെത്തിയത്. അതിനുശേഷം ഒരു വെള്ളം കാണുമ്പോഴുള്ള സന്തോഷം കൊണ്ട് ഇങ്ങനെ നിന്ന് തുള്ളി ചാടുന്നതും മറ്റുമാണ് ഇനിയുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വെള്ളം കണ്ടപ്പോൾ നമുക്ക് എത്രയായിട്ടും ഫോട്ടോ എടുക്കാനല്ല തോന്നുന്നത്, വെള്ളത്തിൽ കളിക്കാനാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിക്കും, പിന്നെ ഫോട്ടോ എടുക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു എല്ലാവരും കൂടുമ്പോൾ ഒരു ആഗ്രഹമാണല്ലോ ഒരു റീൽ എടുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇങ്ങനെ റീൽ ചെയ്തെടുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മനോജ് സാറ് എന്ന് പറഞ്ഞു ഇങ്ങനെ അതിലേ പോയി കഴിഞ്ഞാൽ പുകലപ്പാറ കോളനിയിലേക്ക് എത്തും. അപ്പോൾ അവിടെ നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഉണ്ട്, അവിടേക്ക് പോകാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഞങ്ങൾക്ക് കളിക്കാൻ തന്നെയാണ് തോന്നുന്നത് വെള്ളത്തിൽ. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടി അവിടെ നിന്നിട്ട് ഭയങ്കര കളിയായിരുന്നു. പക്ഷേ എന്തായാലും നമുക്കൊരു തണുപ്പിൽ ആ ചൂടത്ത് വെള്ളത്തിൻ്റെ ആ തണുപ്പിൽ നിൽക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ. അങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെയും റീലെടുക്കണ കാര്യം പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ഏത് റീലെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഡോക്ടർ നമുക്ക് ഏത് സ്റ്റെപ്പ് വെക്കണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവസാനം ഒരു സ്റ്റെപ്പ് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, എന്റെയും പുറകിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ നിർത്താൻ പോവാട്ടാ. അതിനുശേഷം ഞങ്ങൾ ആ പുകയിലപ്പാറ കോളനിയിലേക്ക് പോയതാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടുത്തെ വീടുകളാണ് ഈ കാണുന്നത്. നമ്മുടെ സാധാരണ പോലെയുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെ ആയിട്ട് ഇപ്പോൾ കോളനികളിലെ വീടുകളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഡെവലപ്മെൻറ്റ് ഏരിയ ആണ് ഇപ്പോൾ ഇത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ പോയത് IBയിലാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്ന് പറയും, പെരിങ്ങലിലുള്ള. അപ്പോൾ പെരിങ്ങൽ ഡാമിൻ്റെ വ്യൂ ഒക്കെ ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണിത ഒരു ബംഗ്ലാവാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിനെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പെരിങ്ങൽ ഡാം കാണും. നല്ലൊരു എന്നിട്ട് പറയുക വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ലൊരു സ്പോട്ടാണിത്. അടിപൊളി സ്ഥലം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്റ്റിൽ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. അപ്പം ഇതാണ് പെരിങ്ങൽ ഡാം കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഇത് പെരിങ്ങൽ ഡാമിൻ്റെ.
ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു സ്പോട്ട് തപ്പി ഇറങ്ങണതാണ്. അപ്പോൾ പലരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനും ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എവിടെ നിൽക്കും എന്നുള്ള ആലോചനയിൽ അവസാനം ഇവിടെ വന്ന് നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭക്ഷണം ഞാൻ പിന്നെ നോമ്പായതുകൊണ്ട് എനിക്ക് ചോറിന് നോമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചൊന്നുമില്ല, കുറച്ച് കറികൾ മാത്രം കൂട്ടിയുള്ളൂ. അപ്പോൾ നല്ല ഒന്നാന്തരം മീൻ വറുത്തതുണ്ടായിരുന്നു. ഡാമിൽ നിന്ന് പിടിച്ചൊരു മീനായിരുന്നു, ഫിലോപ്പിയ ആയിരുന്നെന്ന് തോന്നുന്നു ഇത്. എന്തായാലും ഞാൻ കഴിക്കാത്ത കാരണം പിന്നെ എനിക്കതിൻ്റെ ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല. അവർ ഫുഡ് കഴിച്ചിട്ട് നല്ല ഫുഡായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ധൃതിയിലാണ്. ഇതായിരുന്നു ഫുഡ്: സാമ്പാർ, ഉപ്പേരി, പിന്നെ ഒരു മോര് കറി, പിന്നെ മോരും വെള്ളം ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, മീൻ വറുത്തുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്തായാലും നല്ലൊരു സംതൃപ്തിയുള്ള ദിവസമായിരുന്നു ഇന്ന്. കാരണം കുറച്ച് ട്രൈബൽ ഏരിയയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഇന്ന്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു.